സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ UDFന്റെ തുടക്കം ഗംഭീരമായിട്ടാണ്. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്ന 2-3 കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗം പിരിഞ്ഞത്. ആദ്യം പറഞ്ഞിരുന്നത് എല്ലാവർക്കും, കേരളത്തിലെ ജനങ്ങൾ മൊത്തം കണ്ടതാണ്. നേരത്തെ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് നടയിലെ സമരം 260 ദിവസം അവര് സമരത്തിലായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ. അപ്പോൾ പ്രതിപക്ഷ നേതാക്കളെല്ലാം അവിടെ വരികയും അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും UDF അധികാരത്തിൽ വന്നാൽ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ UDFന്റെ വാഗ്ദാനം നടപ്പാക്കിയത് അതാണ്. ആശാ വർക്കർമാർക്ക് അവരാവശ്യപ്പെട്ടിരുന്നെന്ന് പറയുന്നത് 21,000 രൂപ ഒരു മാസം അവർക്ക് ശമ്പളമായിട്ട് കിട്ടണമെന്നാണ്. അപ്പോ UDF സർക്കാർ ആദ്യമായിട്ട് VD സതീശൻ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് 3,000 രൂപ വീതം തൽക്കാലത്തേക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ തീരുമാനമെടുത്തു. ഓരോ ആശാ വർക്കർമാർക്കും 3,000 രൂപ ഒരു മാസം കൂടും. അപ്പൊ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 4,000 രൂപയാണ്. 7,000 രൂപയാണ് കൂടേണ്ടത്. എങ്കിലേ അവർക്ക് 21,000 ആവുള്ളൂ. ബാക്കി കേരളത്തിന്റെ സാമ്പത്തിക നില അനുസരിച്ച് പിന്നീട് എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 മാസമാവും, 2 മാസമാവും, 3 മാസമാവും, എന്തായാലും ശരി അവരുടെ. കാരണം ഈ സമൂഹത്തില് ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് UDFന്റെ നയമാണ്. അതിനിന്ന് ഒരു ചാനൽ ചർച്ചയില് ഒരു പണിക്കരുണ്ട്, ചരിത്രമാണ് വിളിച്ചു പറയുന്നത്. അത് സമയബന്ധിതമായി പറയണം, ഇന്ന സമയത്ത് ഞങ്ങൾ കൊടുത്തു തീർക്കുമെന്ന്. ഇവൻ ആരാണ്? UDFന് അവൻ നിർദ്ദേശം കൊടുക്കാൻ അവനെന്ന് പറഞ്ഞാൽ ഒരു ചെറ്റിയാണ്, പിന്നെ സംഘപരിവാറുകാരനാണ്. അവൻ പറയുന്നതെല്ലാം മോഡി അങ്ങ് സ്തുതിക്കും. മോഡി എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്ത് ഏതെങ്കിലും ഒരു വാഗ്ദാനം നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതിനൊന്നും പറഞ്ഞാലും അതിനൊന്നും ഒരു കഴിവില്ലാത്ത ഈ തെണ്ടികള് സ്വന്തം ആണത്വം വേണം, ആണുങ്ങളായിരിക്കണം, പറഞ്ഞ വാക്കിന് വിലയാണം. സതീശന്റെ അടുത്ത് നീയൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. സതീശനും UDFനും അറിയാതെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. രണ്ടാമത്തത്, സ്ത്രീകൾക്ക്, വനിതകൾക്ക് ട്രാൻസ്പോർട്ടിൽ സൗജന്യ യാത്ര. അവൻ പറയാണ് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകാനുള്ള അവകാശമുണ്ടെന്ന്. അത് അവന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടൊന്ന് കൊടുത്താൽ മതി. നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു നിയമം നടപ്പാക്കിയാൽ മതി. അത് എങ്ങനെ, ഏത് രീതിയിൽ നടപ്പാക്കണമെന്ന് UDF